ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്തും വിളിച്ചു പറയുകയാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യം പറയുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അതിനെ സ്വാധീകരിക്കാൻ എനിക്ക് എന്ന് പറയേണ്ടി വന്നു. അതല്ലാതെ ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ കേസ് ബിൽഡ് ചെയ്തതല്ല. ഇത് മാത്രമല്ല, ഞാൻ എത്ര ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ പറയുന്നത്. ലൈഫ് മിഷൻ എന്ന് പറയും, നിങ്ങൾ വളരെ വേദനയോടുകൂടി ഇവിടുത്തെ വീടില്ലാത്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടി വന്ന 20 കോടി രൂപ അടിച്ചോണ്ട് പോയിട്ട് അതിനെക്കുറിച്ച് ഇന്നുവരെ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിച്ചു? അങ്ങ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും അങ്ങ് ഭരിക്കുന്ന വിജിലൻസ് വകുപ്പും ഇന്ന് 2020 മുതൽ അന്വേഷിച്ചിട്ട് ഈ കേസിൽ ഇന്നുവരെ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കാണിക്കുന്നത് നിങ്ങൾ ആസൂത്രിതമായി ഡിസൈൻ ചെയ്ത ഈ അഴിമതി നടപ്പിലാക്കാൻ വേണ്ടി അങ്ങയുടെ അധികാര ദുർവിനിയോഗം നടത്തി അധികാരം പ്രയോഗിച്ച് ലൈഫ് മിഷന്റെ ചെയർമാൻ ഇരുന്നുകൊണ്ടാണ് ആ ലൈഫ് മിഷന് വേണ്ടി വന്ന കോടി രൂപ അങ്ങെന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? അങ്ങെന്തിനാണ് ഈ വാക്കുകളെയും അങ്ങെന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? സർ, ഇവിടെ അങ്ങ് ഉദ്ധരിച്ച 52 അനുസരിച്ച് തന്നെ അതിൽ 5-ാമത്തെ പറയുന്നത് പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ വ്യാജോക്തികളോ ആരോപണങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ല. സർ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വ്യാജോക്തികൾ, ആരോപണങ്ങൾ, അപകീർത്തികരമായ പ്രസ്താവനകൾ അത് അങ്ങും കേൾക്കുന്നുണ്ടാവുമല്ലോ. അതോടൊപ്പം തന്നെ പറയാണ്, വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയെയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല. സർ, ഇതെല്ലാം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം വിരുദ്ധമായി എന്തും പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങത് കേൾക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ ജനം തെരഞ്ഞെടുത്ത് വിട്ടത് ഇവരാഗ്രഹിക്കുന്ന പറയാൻ വേണ്ടിയിട്ടല്ല, ഞാനിവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന് എന്റെ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയച്ചത് കേരളത്തെ സാമാന്യ ജനത്തിന് പറയാനുള്ളത് ഇവിടെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ എന്ത് രാജോക്തിയാണ് പറഞ്ഞത്? എന്ത് ദുരാരോപണമാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കണമെങ്കിൽ അങ്ങ് കോടതിയെ ചലഞ്ച് ചെയ്യണം. അതിന് എന്റെ അഭിപ്രായം മേടിക്കേണ്ടതില്ല. പക്ഷെ അല്ലാതെ ഒരംഗം ഇവിടെ പറയുന്ന കാര്യത്തിന് ഞാൻ എന്തിന് കോടതിയിൽ പോകണം? അദ്ദേഹത്തിന്റെ നേരെ നോക്കി തന്നെയാണ് ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ പറയാൻ എനിക്ക് ആർജവമുണ്ട്, അത് പറയുക തന്നെ ചെയ്യും. എന്താണ് സാർ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള ആർജവം എനിക്കുണ്ട്. ഞാനത് ഇവിടെ തന്നെ പറയും. മാത്രമാണ് ആർജവമുള്ളത്. പറയാനുള്ള കാര്യം പറഞ്ഞിട്ടേ പോകൂ. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് ഞാൻ പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ പറയണം. അത് പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു ശ്രീ മാത്യു. അദ്ദേഹം പറഞ്ഞു ശ്രീ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മുഖ്യമന്ത്രിയാണ്, നിയമസഭയുടെ നാഥനാണ്.